Chapter 4 Motion in a Plane Part 1 Types of vectors നോക്കാം. First one, equal vectors. Vectors having same magnitude and the same direction. ഒരേ magnitude ഒരേ direction ഉള്ള vectorsനെ വിളിക്കുന്ന പേരാണ് equal vectors. ഇനി എന്താണ് negative vector? A vector having same magnitude but opposite direction. അപ്പോൾ ഒരു വെക്ടറിന്റെ നെഗറ്റീവ് വെക്ടർ എന്ന് പറഞ്ഞാൽ ആ വെക്ടറിന്റെ അതേ മാഗ്നിറ്റ്യൂഡ് ഉള്ള ഒരു വെക്ടർ പക്ഷേ അതിന്റെ ഡയറക്ഷൻ എന്തായിരിക്കും? ഓപ്പോസിറ്റ് ആയിരിക്കും. അപ്പോൾ സെയിം മാഗ്നിറ്റ്യൂഡ് ഓപ്പോസിറ്റ് ഡയറക്ഷൻ ഉള്ള വെക്ടേഴ്സിനെ വിളിക്കുന്ന പേരാണ് നെഗറ്റീവ് വെക്ടർ. ഇനി സീറോ വെക്ടർ ഓർ നൾ വെക്ടർ. വെക്ടർ ഹാവിംഗ് സീറോ മാഗ്നിറ്റ്യൂഡ്. ആ വെക്ടറിന്റെ മാഗ്നിറ്റ്യൂഡ് എന്തായിരിക്കും? സീറോ ആയിരിക്കും, പക്ഷെ അതിനൊരു ഡയറക്ഷൻ ഉണ്ടായിരിക്കും. അടുത്തത് യൂണിറ്റ് വെക്ടർ. വെക്ടർ ഹാവിംഗ് യൂണിറ്റ് മാഗ്നിറ്റ്യൂഡ് എന്ന് പറഞ്ഞാൽ വെക്ടറിന്റെ മാഗ്നിറ്റ്യൂഡ് എന്തായിരിക്കും? യൂണിറ്റ് ആയിരിക്കും, അല്ലെങ്കിൽ 1 ആയിരിക്കും, യൂണിറ്റി ആയിരിക്കും. ഓർ വെൻ എ വെക്ടർ ഡിവൈഡഡ് ബൈ ഇറ്റ്സ് മാഗ്നിറ്റ്യൂഡ്. ഒരു വെക്ടറിനെ അതിന്റെ മാഗ്നിറ്റ്യൂഡ് ആയിട്ട്, അതിന്റെ അളവായിട്ട്, അല്ലെങ്കിൽ അതിന്റെ മോഡുലസ് ആയിട്ട് ഡിവൈഡ് ചെയ്യുന്നു. അത്തരം വെക്ടറിനെ വിളിക്കുന്ന പേരാണ് യൂണിറ്റ് വെക്ടർ. അപ്പൊ യൂണിറ്റ് വെക്ടറിന്റെ മാഗ്നിറ്റ്യൂഡ് 1 ആയിരിക്കും. ഇനി യൂണിറ്റ് വെക്ടറിനെ നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നത് എങ്ങനെയാണ്? എ ക്യാപ് ഇസ് ഈക്വൽ ടു വെക്ടർ എ ഡിവൈഡഡ് ബൈ ഇറ്റ്സ് മോഡുലസ് ഓർ മാഗ്നിറ്റ്യൂഡ്. അപ്പൊ എ ക്യാപ് അല്ലെങ്കിൽ എ ഹാറ്റ് എന്നാണ് യൂണിറ്റ് വെക്ടറിനെ റെപ്രസെന്റ് ചെയ്യുക. അപ്പൊ എയുടെ മുകളിൽ നമ്മൾ എന്ത് ചെയ്തിരിക്കുന്നു എന്ന് പറഞ്ഞാൽ ഇവിടെ ഒരു ക്യാപ്പ് കൊടുത്തിട്ടുണ്ട്, ഇവിടെ ഒരു ഹാറ്റ് കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഇതിനെ വായിക്കുന്നത് എ ക്യാപ്പ് എന്നാണ്. എ ക്യാപ്പ് ഇസ് ഈക്വൽ ടു വെക്ടർ എ. ഇതാണ് വെക്ടറിന്റെ നൊട്ടേഷൻ വരുന്നത്. വെക്ടർ എ ഡിവൈഡഡ് ബൈ ഇറ്റ്സ് മോഡുലസ്. മോഡുലസ് എന്ന് പറഞ്ഞാൽ മാഗ്നിറ്റ്യൂഡ് മാത്രമാണ്. മലയാളത്തിൽ നമ്മൾ കേവല മൂല്യം എന്ന് കൊണ്ട് പഠിച്ചിട്ടുണ്ട്. അപ്പൊ ഇതാണ് എ ക്യാപ്പ് ഇസ് ഈക്വൽ ടു വെക്ടർ എ ഡിവൈഡഡ് ബൈ ഇറ്റ്സ് മോഡുലസ്. ഇനി എന്താണ് ഓർത്തോഗോണൽ യൂണിറ്റ് വെക്ടേഴ്സ് നോക്കാം. Unit vectors I cap, j cap, k cap along x, y, z axis are called orthogonal unit vectors. ഇപ്പൊ നമ്മൾ ഗ്രാഫ് ഒക്കെ വരയ്ക്കുന്ന സമയത്ത് എക്സ് വൈ ആക്സിസ് വരയ്ക്കാറുണ്ട്. അപ്പൊ എക്സ് വൈ സെഡ് ആക്സിസിലുള്ള യൂണിറ്റ് വെക്ടേഴ്സ് ആയിട്ടുള്ള ഐ ക്യാപ്പ്, ജെ ക്യാപ്പ്, കെ ക്യാപ്പ്, ഈ വെക്ടേഴ്സിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഓർത്തോഗോണൽ യൂണിറ്റ് വെക്ടേഴ്സ്. ഈ ഓർത്തോഗോണൽ യൂണിറ്റ് വെക്ടേഴ്സ് എന്ന് പറയുമ്പോൾ മാഗ്നിറ്റ്യൂഡ് 1 ആണ്. അതുപോലെ തന്നെ അവ മ്യൂച്വലി പെർപെൻഡിക്കുലർ ആയിരിക്കും. ഐയും ജെയും കെയും പരസ്പരം പെർപെൻഡിക്കുലർ ആയിരിക്കും. ഇനി എന്താണ് കോ ഇനീഷ്യൽ വെക്ടേഴ്സ് നോക്കാം. വെക്ടേഴ്സ് ഹാവിംഗ് കോമൺ ഇനീഷ്യൽ പോയിന്റ്. കുറെ വെക്ടേഴ്സ് അതിന്റെ എല്ലാത്തിന്റെയും സ്റ്റാർട്ടിംഗ് പോയിന്റ് സെയിം ആയിരിക്കുക, ഇനീഷ്യൽ പോയിന്റ് സെയിം ആയിരിക്കുക. ഇതിനെയാണ് കോ ഇനീഷ്യൽ വെക്ടേഴ്സ് എന്ന് വിളിക്കുന്നത്. കോപ്ലാനാർ വെക്ടേഴ്സ്. വെക്ടേഴ്സ് ഇൻ സെയിം പ്ലെയിൻ. ഒരേ തലത്തിലുള്ള പ്ലെയിൻ, ഒരേ തലത്തിലുള്ള വെക്ടേഴ്സ്, ഒരേ തലത്തിലുള്ള വെക്ടേഴ്സിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് കോപ്ലാനാർ വെക്ടേഴ്സ്. ഇനി എന്താണ് റെസൊല്യൂഷൻ ഓഫ് എ വെക്ടർ? സ്പ്ലിറ്റിംഗ് ഓഫ് വെക്ടർ ഇൻ ടു നമ്പർ ഓഫ് കമ്പോണൻസ്. ഒരു വെക്ടറിനെ പല കമ്പോണൻസ് ആയിട്ട് നമുക്ക് സ്പ്ലിറ്റ് ചെയ്യാം. അങ്ങനെ സ്പ്ലിറ്റ് ചെയ്യുന്നതിനെ നമ്മൾ വിളിക്കുന്ന, ആ പ്രോസസ്സിനെ വിളിക്കുന്ന പേരാണ് റെസൊല്യൂഷൻ. അടുത്തത് റെക്ടാങ്കുലർ കമ്പോണൻസ്. കമ്പോണൻസ് ഓഫ് എ വെക്ടർ ഇൻ മ്യൂച്വലി പെർപെൻഡിക്കുലർ ഡയറക്ഷൻ. ഒരു വെക്ടറിനെ നമ്മൾ എന്ത് ചെയ്യുന്ന പറഞ്ഞാൽ മ്യൂച്വലി പെർപെൻഡിക്കുലർ ആയിട്ടുള്ള, പരസ്പരം പെർപെൻഡിക്കുലർ ആയിട്ടുള്ള രണ്ട് കമ്പോണൻസ് ആയിട്ട് സ്പ്ലിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ കമ്പോണന്റിനെ വിളിക്കുന്ന പേരാണ് റെക്ടാങ്കുലർ കമ്പോണൻസ്. അതിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു പറഞ്ഞാൽ ഒരു വെക്ടർ കൺസിഡർ ചെയ്യുന്നു. ഇത് R ആണ് ഇവിടുത്തെ വെക്ടർ. അത് എക്സ് ആക്സിസുമായിട്ട് മേക്ക് ചെയ്യുന്ന ആംഗിൾ ആണ് തീറ്റ. ഈ ആറിനെ നമ്മൾ രണ്ട് കമ്പോണൻസ് ആയിട്ട് സ്പ്ലിറ്റ് ചെയ്യുന്നു. ഒന്ന് ആർ കോസ് തീറ്റയും അതുപോലെ തന്നെ ആർ സൈൻ തീറ്റയും. ഈ ആർ കോസ് തീറ്റ എന്ന് പറഞ്ഞാൽ ഹൊറിസോണ്ടൽ കമ്പോണന്റ് ആണ്. ആർ സൈൻ തീറ്റ എന്ന് പറഞ്ഞാൽ വെർട്ടിക്കൽ കമ്പോണന്റ് ആണ്. അപ്പൊ ആറിനെ നമ്മൾ എന്ത് ചെയ്യുന്നു പറഞ്ഞാൽ രണ്ട് റെക്ടാങ്കുലർ കമ്പോണൻസ് ആയിട്ട് സ്പ്ലിറ്റ് ചെയ്തു. ആർ കോസ് തീറ്റ അതുപോലെ തന്നെ ആർ സൈൻ തീറ്റ. ഇതിൽ ഹൊറിസോണ്ടൽ കമ്പോണന്റ് ഏതാണ്? ആർ കോസ് തീറ്റയാണ്. വെർട്ടിക്കൽ കമ്പോണന്റോ ആർ സൈൻ തീറ്റ. ഇനി എന്താണ് സ്കാലാർ പ്രൊഡക്റ്റ്? സ്കാലാർ പ്രൊഡക്റ്റിന് മറ്റൊരു പേരുണ്ട് ഡോട്ട് പ്രൊഡക്റ്റ് എന്നാണ്. DOT, ഡോട്ട് പ്രൊഡക്റ്റ്. അതെങ്ങനെ റെപ്രസെന്റ് ചെയ്ത് നോക്കാം. എ ഡോട്ട് ബി, വെക്ടർ എ ഡോട്ട് വെക്ടർ ബി, അതാണ് വായിക്കുന്നത്. വെക്ടർ എ ഡോട്ട് വെക്ടർ ബി ഈസ് ഈക്വൽ ടു എ ബി കോസ് തീറ്റ. ഇതില് ഈ എയും ബിയും വെക്ടർ എയുടെയും വെക്ടർ ബിയുടെയും മാഗ്നിറ്റ്യൂഡുകളാണ്. അതുപോലെ തന്നെ തീറ്റ എന്ന് പറയുന്നത് is the angle between vector A and vector B. When theta is equal to 0, തീറ്റയുടെ വാല്യൂ 0 ആവുന്ന സമയത്ത് എ ഡോട്ട് ബിയുടെ, വെക്ടർ എ ഡോട്ട് വെക്ടർ ബിയുടെ വാല്യൂ എന്തായിരിക്കും? എ ബി ഇൻറ്റു കോസ് 0. കോസ് 0ന്റെ വാല്യൂ 1 ആണ്. അപ്പൊ നമുക്ക് എന്ത് കിട്ടി? എ ബി.
അതുപോലെ തന്നെ cos 0ന്റെ വാല്യൂ 1 ആണ്, cos 90യുടെ വാല്യൂ എത്രയാണ് 0 ആണ്. ഇനി നമ്മൾ നോക്കുക when theta is equal to 90 degree നമുക്ക് a dot b വെക്ടർ a dot വെക്ടർ b is equal to ab into cos 90യുടെ വാല്യൂ 0 ആയതുകൊണ്ട് നമുക്ക് വാല്യൂ എന്ത് കിട്ടി 0 കിട്ടി. ഇനി നമ്മളെ നേരത്തെ കണ്ട ഓർത്തോഗോണൽ യൂണിറ്റ് വെക്ടേഴ്സ് ഉണ്ട്, അവയുടെ ഡോട്ട് പ്രൊഡക്റ്റുകൾ നോക്കുക. i dot i, j dot j, k dot k ഇവയുടെ വാല്യൂ 1 ആണ്. എങ്ങനെ കിട്ടിയത് നോക്കാം. ഒരു എക്സാമ്പിൾ എടുക്കുക. i dot i എന്ന് പറയുമ്പോൾ അതിന്റെ മാഗ്നിറ്റ്യൂഡ് ഏതാണ് 1 into 1 into അവയ്ക്കിടയിലുള്ള ആംഗിൾ cos 0. cos 0ന്റെ വാല്യൂ 1 ആയതുകൊണ്ട് i dot iയുടെ വാല്യൂ 1 കിട്ടി. അതുപോലെ j dot j, k dot k ഇതിന്റെ എല്ലാം വാല്യൂ എന്താണ് 1 ആണ്. ഇനി i dot j, j dot k, k dot i ഇവയുടെ വാല്യൂ 0 ആണ്. അതൊരു എക്സാമ്പിൾ എടുത്ത് നോക്കാം നമുക്ക്. i dot j എന്ന് പറയുന്ന സമയത്ത് 1 into 1 into അവയ്ക്കിടയിലുള്ള ആംഗിൾ എത്രയാണ് 90 ഡിഗ്രിയാണ്. അപ്പോൾ cos 90യുടെ വാല്യൂ എത്രയാണ് 0 ആണ്. അതുകൊണ്ട് നമുക്ക് i dot j, j dot k, k dot iയുടെ വാല്യൂ എന്ത് വരുന്നുണ്ട് 0 വരുന്നുണ്ട്. ഇനി ഒരു വെക്ടർ അതിനെ റെപ്രസെന്റ് ചെയ്യുന്നത് വെക്ടർ a is equal to xi plus yj plus zk ആണെങ്കിൽ അതിന്റെ മോഡുലസ് അല്ലെങ്കിൽ മാഗ്നിറ്റ്യൂഡ് കാണാനുള്ള ഫോർമുല ഇതാണ്. ആ മാഗ്നിറ്റ്യൂഡിനെ അല്ലെങ്കിൽ മോഡുലസിനെ നമ്മൾ സിമ്പിൾ ആയിട്ട് വെറും a എന്ന് എഴുതും, അല്ലെങ്കിൽ ഈ രീതിയിൽ റെപ്രസെന്റ് ചെയ്യുന്നുണ്ട്. is equal to root of x square plus y square plus z square. നമ്മൾ പ്രോബ്ലം നോക്കണം. if a is equal to i plus 2j minus k, b is equal to minus i plus j minus 2k, find the angle between vectors a and b. എയുടെയും ബിയുടെയും വാല്യൂ തന്നിട്ടുണ്ട്, അവയ്ക്കിടയിലുള്ള ആംഗിൾ നമ്മളോട് കാണാൻ പറയാണ്. അപ്പൊ അതിനുവേണ്ടി നമ്മൾ ആദ്യം ചെയ്യുന്നത് എ ഡോട്ട് ബിയുടെ വാല്യൂ കാണുന്നു. എ ഡോട്ട് ബിയുടെ വാല്യൂ കാണാൻ വേണ്ടിയിട്ട് എയുടെ വാല്യൂ എഴുതുന്നു, അതുപോലെ തന്നെ ബിയുടെ വാല്യൂ എഴുതുന്നു, ഡോട്ട് ചെയ്യുന്നു. അപ്പൊ ഇവിടെ നമ്മൾ എന്ത് ചെയ്യണം എന്ന് പറഞ്ഞാൽ ഐ ഉപയോഗിച്ചിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, ഇവിടുത്തെ 3 ടേമുകൾ, ഈ സെക്കൻഡ് ടേമിലെ ബിയിലെ 3 ടേമുകളായിട്ട് ഡോട്ട് ചെയ്യണം. ജെ ഉപയോഗിച്ചിട്ട് 3 ടേമുകളെ ഡോട്ട് ചെയ്യണം. കെ ഉപയോഗിച്ചിട്ടും 3 ടേമുകളെ ഡോട്ട് ചെയ്യണം. അപ്പൊ ഇവിടെ ഐ ഉപയോഗിച്ചിട്ട് ഡോട്ട് ചെയ്യുന്ന സമയത്ത് ഇവിടെ ഐ ഡോട്ട് ഐ, അപ്പോൾ ഇവിടെ 1, ഇവിടെ -1. അപ്പൊ അത് മാത്രമേ നമുക്ക് വാല്യൂ കിട്ടുള്ളൂ. ഐ ഡോട്ട് ജെയും ഐ ഡോട്ട് കെയും 0 ആയിരിക്കും, നമ്മൾ പഠിച്ചതാണ്. അപ്പൊ നമ്മളെ ഫസ്റ്റ് ടേം എങ്ങനെയായിട്ടാ മാറാൻ നോക്കുക. ഐ ഡോട്ട് ഐ എന്ന് പറയുന്ന സമയത്ത് ഐയുടെ 1 into -1 അതിവിടെ വന്നു. ഇനി ഇവിടെ 2j ജെ മാത്രമായിട്ട് ഡോട്ട് ചെയ്യുള്ളൂ, ബാക്കി 2 ടേം എന്ത് ചെയ്യും 0 ആയി മാറും. അപ്പോ 2 into ഇവിടെ ഏതാ വരുന്നത് 1, ഇനി -1 into ഇവിടത്തെ ഏതാ -2, ആ വാല്യൂ ആണ്. അത് 3 കൂടി കൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക് 3 കിട്ടി. ഇനി നമ്മൾ വെക്ടർ മാഗ്നിറ്റ്യൂഡ് ഓഫ് എ കാണാൻ പോവാണ്. നേരത്തെ നമ്മൾ പഠിച്ച ഒരു വെക്ടർ എ ആണ് xi പ്ലസ് yj പ്ലസ് zk ആണെങ്കിൽ എ മോഡുലസ് ഓഫ് എ ഇസ് ഈക്വൽ ടു റൂട്ട് ഓഫ് x സ്ക്വയർ പ്ലസ് y സ്ക്വയർ പ്ലസ് z സ്ക്വയർ ആണ്. അപ്പൊ ഇവിടെ എ കാണാൻ വേണ്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നുണ്ട്, ഇവിടെ എയുടെ അവിടെ മാഗ്നിറ്റ്യൂഡ് ഏതാണ് 1 ആണ്, ഇവിടെ 2 ആണ്, -1 ആണ്. അതിനെ ഓരോന്നിനും സ്ക്വയർ ചെയ്ത് റൂട്ട് ചെയ്തു. അപ്പൊ നമുക്ക് കിട്ടുന്നത് ഏതാണ് √6 ആണ്. അതുപോലെ ബിയുടെ വാല്യൂ നമ്മൾ കാണുന്നു. ബിയുടെ വാല്യൂ കാണുന്ന സമയത്തും അതെ നമ്മൾ എന്ത് ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ ഇവിടെ ബിയുടെ -1 ആണ്, ഇവിടെ 1 ആണ്, -2 ആണ്. അതിനെ സ്ക്വയർ ചെയ്ത് റൂട്ട് ചെയ്തു. അപ്പോൾ √6 നമുക്ക് കിട്ടി. നമുക്കറിയാം എ ഡോട്ട് ബി ഇസ് ഈക്വൽ ടു എ ബി കോസ് തീറ്റ ആണ്. അപ്പൊ കോസ് തീറ്റ ഇസ് ഈക്വൽ ടു എന്തായിരിക്കും എ ഡോട്ട് ബി ബൈ എ ബി. ആ വാല്യൂ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാണ്. എ ഡോട്ട് ബിയുടെ വാല്യൂ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്കറിയാം എത്രയാണ്, എ ഡോട്ട് ബിയുടെ വാല്യൂ ഏതാണ് 3 ആണ്. അപ്പൊ 3 എഴുതി. ഇപ്പൊ എയുടെയും ബിയുടെയും വാല്യൂ √6 ആണ്, അത് രണ്ടും എഴുതി. √6 into √6 നമുക്കറിയാം ഏതാണ് 6 ആണ്. ഇപ്പൊ 3/6 പറഞ്ഞാൽ ഇത് കിട്ടി 1/2. ഇനി cos 60യുടെ വാല്യൂ ആണ് 1/2. അപ്പൊ തീറ്റയുടെ വാല്യൂ എന്തായിരിക്കും 60 ഡിഗ്രിയാണ്. cos 60 1/2 ആയതുകൊണ്ട് തീറ്റയുടെ വാല്യൂ എത്ര 60 ഡിഗ്രി. അപ്പൊ നമ്മൾ ആൻസർ കിട്ടി. ആംഗിൾ ബിറ്റ്വീൻ എ ആൻഡ് ബി എത്രയാണ് 60 ഡിഗ്രിയാണ്. ഇത്തരം ചോദ്യങ്ങൾ പരീക്ഷയ്ക്ക് നമുക്ക് പ്രതീക്ഷിക്കാം. ഇനി എന്താണ് വെക്ടർ പ്രൊഡക്റ്റ് ഓർ ക്രോസ് പ്രൊഡക്റ്റ് നോക്കാം. അതിനെ നമ്മൾ ഇങ്ങനെയാണ് വായിക്കുക, വെക്ടർ എ ക്രോസ് വെക്ടർ ബി. നേരത്തെ നമ്മൾ എ ഡോട്ട് ബി ആ പറഞ്ഞത്, ഇവിടെ എ ഡോട്ട് ബി ആണ്. വെക്ടർ എ ക്രോസ് ബി ആണ്. വെക്ടർ എ ക്രോസ് വെക്ടർ ബി ഇസ് ഈക്വൽ ടു എ ബി സൈൻ തീറ്റ ഇൻറ്റു എൻ ക്യാപ്പ്. അപ്പൊ ഇവിടെ എയും ബിയും എന്ന് പറയുന്നത് എന്താണ്, എയും ബിയും ഈ പിന്നെ വെക്ടർ എയുടെയും വെക്ടർ ബിയുടെയും മാഗ്നിറ്റ്യൂഡ് ആണ്. തീറ്റ നമുക്കറിയാം എന്താണ് ആംഗിൾ ബിറ്റ്വീൻ വെക്ടർ എ ആൻഡ് ബി ആണ്. ഇനി എൻ ക്യാപ്പ് എന്ന് പറഞ്ഞൊരു ടേം ഉണ്ട്. എൻ ക്യാപ്പ് ഈസ് എ യൂണിറ്റ് വെക്ടർ പെർപെൻഡിക്കുലർ ടു ബോത്ത് എ ആൻഡ് ബി. എക്കും ബിക്കും പെർപെൻഡിക്കുലർ ആയിട്ടുള്ള ഒരു യൂണിറ്റ് വെക്ടർ ആണ് ഏതെന്ന് പറയുന്നത് എൻ ക്യാപ്പ് എന്ന് പറയുന്നത്. ഇനി എന്താണ് റൈറ്റ് ഹാൻഡ് സ്ക്രൂ റൂൾ.
റൈറ്റ് ഹാൻഡ് സ്ക്രൂവിന്റെ പ്രത്യേകത പറഞ്ഞാൽ റൈറ്റ് സൈഡിലേക്ക് തിരിക്കുന്ന സമയത്ത് സ്ക്രൂ ടൈറ്റ് ആവും. അത്തരം സ്ക്രൂകളെയാണ് റൈറ്റ് ഹാൻഡ് സ്ക്രൂ എന്ന് പറയുന്നത്. ഇവിടെ നോക്കുക, റൈറ്റ് ഹാൻഡ് സ്ക്രൂ ഈസ് റൊട്ടേറ്റഡ് ഫ്രം വെക്ടർ എ ടു വെക്ടർ ബി. ഒരു റൈറ്റ് ഹാൻഡ് സ്ക്രൂവിനെ നമ്മൾ ഇവിടുന്ന് വെക്ടർ, ഇതാണ് വെക്ടർ എ വരുന്നത്, അതുപോലെ തന്നെ ഇതാണ് വെക്ടർ ബി വരുന്നത്. വെക്ടർ എയിൽ നിന്ന് വെക്ടർ ബിയിലേക്ക് റൈറ്റ് ഹാൻഡ് സ്ക്രൂവിനെ റൊട്ടേറ്റ് ചെയ്യുന്നു. ദെൻ ഡയറക്ഷൻ ഓഫ് ടിപ്പ് ഓഫ് ദി സ്ക്രൂ ഗിവ്സ് ദ ഡയറക്ഷൻ ഓഫ് എ ക്രോസ് ബി. അങ്ങനെയാണെങ്കിൽ ഡയറക്ഷൻ ഓഫ് ടിപ്പ് ഓഫ് ദി സ്ക്രൂ, അപ്പോൾ ഇതാണ് ടിപ്പ് ഓഫ് ദി സ്ക്രൂവിന്റെ ഡയറക്ഷൻ ഉണ്ടായിരിക്കുക. ഇതായിരിക്കും എന്തിന്റെ ഡയറക്ഷൻ? എ ക്രോസ് ബിയുടെ ഡയറക്ഷൻ. ഇതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? റൈറ്റ് ഹാൻഡ് സ്ക്രൂ റൂൾ എന്ന് പറയുന്നത്. ഇനി പിന്നെ വെക്ടർ അഡീഷന്റെ രണ്ട് ലോസ് ഉണ്ട്. അതിൽ ഫസ്റ്റ് ലോ ആണ് ട്രയാങ്കിൾ ലോ ഓഫ് വെക്ടർ അഡീഷൻ. എന്താ നോക്കാം. If two vectors can be represented in magnitude and direction by the sides of a triangle, then third side represents resultant. നമുക്കൊരു ഫിഗർ നോക്കിയിട്ട് അതിനെ എക്സ്പ്ലെയിൻ ചെയ്യാം. രണ്ട് വെക്ടേഴ്സ് ഏതൊക്കെയാണ്? വെക്ടർ എയും അതുപോലെ തന്നെ വെക്ടർ ബിയും. ഈ രണ്ട് വെക്ടേഴ്സിനെ അതേ മാഗ്നിറ്റ്യൂഡിലും അതേ ഡയറക്ഷനിലും ഒരു ട്രയാങ്കിളിന്റെ രണ്ട് സൈഡ്സ് ആയിട്ട് പ്രതിനിധീകരിച്ചാൽ തേർഡ് സൈഡ് ആയിരിക്കും റിസൾട്ടന്റ്. റിസൾട്ടന്റ് പറഞ്ഞാൽ അതിന്റെ നെറ്റ് എഫക്ട്. ഉദാഹരണത്തിന് വെക്ടർ എനെ നമ്മൾ ഇവിടുന്ന് എടുത്ത് ഇതേപോലെ ഇങ്ങോട്ട് കൊണ്ടുപോയി, അതിന്റെ മാഗ്നിറ്റ്യൂഡും ഡയറക്ഷനിലും മാറ്റമില്ല. വെക്ടർ ബിനെ അതേപോലെ എടുത്തത് അങ്ങോട്ട് കൊണ്ടുവന്നു, ഡയറക്ഷനിൽ മാഗ്നിറ്റ്യൂഡിലും മാറ്റമില്ല. അപ്പോൾ ഒരു ട്രയാങ്കിളിന്റെ രണ്ട് സൈഡ്സ് ആയിട്ട് വെക്ടർ എനെയും വെക്ടർ ബിനെയും റെപ്രസെന്റ് ചെയ്ത് കഴിഞ്ഞാൽ തേർഡ് സൈഡ് ഇതായിരിക്കും എന്ത്? റിസൾട്ടന്റ്. അപ്പൊ ആ ഡെഫിനേഷൻ ഒന്നുകൂടി വായിക്കാം. If two vectors can be represented in magnitude and direction by the sides of a triangle, then third side represents resultant. രണ്ട് വെക്ടേഴ്സിനെ അതേ മാഗ്നിറ്റ്യൂഡിലും അതേ ഡയറക്ഷനിലും ഒരു ട്രയാങ്കിളിന്റെ രണ്ട് സൈഡ്സ് ആയിട്ട് റെപ്രസെന്റ് ചെയ്ത് കഴിഞ്ഞാൽ തേർഡ് സൈഡ് ആയിരിക്കും അതിന്റെ റിസൾട്ടന്റ്.